അപ്പൊ നീ ഓണത്തിന് നാട്ടിലേക്ക് വരുന്നില്ലേ? വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അച്ഛാ. നിനക്ക് നാടും വീട് നാട്ടുകാരും വേണ്ടേ? നീ എന്തെങ്കിലും ചെയ്യേ, നോക്കിട്ട് വിളിക്കാം. ഇതിപ്പോ എന്നും വൈകാണല്ലോ വരുന്നത്. രാവിലെ വീട്ടിലെ ഗ്യാസ് ഓരോ സ്ഥലം കാരണം പറഞ്ഞോളൂ. 9 മണിക്ക് പറഞ്ഞാൽ 9 മണിക്ക് വരണം, മനസ്സിലായോ? ചുമ്മാ ഓരോരോ ന്യായം പറയരുത്. വണ്ടിയതാ അർജുന പ്രാവശ്യവും നട്ടുവരില്ലല്ലേ? അവന് തിരക്കല്ലേ? ഇവിടെ 2 തലമുറകളെ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വന്തം മക്കൾ കൂടിയില്ലെങ്കിലേ പിന്നെ എന്തുണ്ടാക്കിയിട്ടൊരു കാര്യമില്ല. സാറേ, സരിത ചേച്ചിയോട് ചൂടാവണ്ടായിരുന്നു. പുള്ളിക്കാരുടെ അവസ്ഥ അറിയാവുന്നല്ല. നീ വണ്ടി എടുത്തേ. ശരി സാർ. ഒന്നും പറയണ്ട, ഇന്നും 10 മിനിറ്റ് വൈകടാ. 8:20 ഒരു സെന്റ് ജോർജ് ബസ് ഉണ്ട്. അതാണെങ്കിൽ കാല് കുത്താൻ പോലും സ്ഥലം ഉണ്ടാവില്ല. പിന്നെ വലിഞ്ഞു കയറി ഇങ്ങ് പോരും. അത് കഴിഞ്ഞാൽ പിന്നെ 8:45 KSRTC ഉള്ളൂ. അതിൽ കയറി ഞാനിവിടെ എത്തൂല്ല. ചേച്ചി അത് വിട്ടുകളാ. സാറിൻ്റെ സ്വഭാവം ചേച്ചിക്ക് അറിയാവുന്നല്ലേ? അപ്പോഴത്തെ ഒരു ഇതേ ഉള്ളൂ, കാര്യമാക്കണ്ട. വയ്യടാ, പഴയ പോലെ ഒന്നും ഓടാൻ പറ്റുന്നില്ല. ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചേച്ചിക്ക് ഒരു 2 വീലർ എടുത്തൂടെ? 2 വീലറാ? ഞാനാ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഒരു 2 വീലർ ഉണ്ടായിരുന്നെങ്കിൽ ഈ 8:20 സെന്റ് ജോർജ് പോയാലും ചേച്ചി കൊമ്പോണേ വിടാൻ പറ്റത്തില്ലേ? ഓട്ടോ കാശും വേണ്ട. ഞാൻ അമ്മയ്ക്ക് കുറച്ച് കളുമ്പോൾ ഒരു സ്കൂട്ടർ എടുത്ത് കൊടുത്തേ ഉള്ളൂ. അതുകൊണ്ട് അമ്മയുടെ കാര്യങ്ങളൊക്കെ സ്മൂത്താണ്. വണ്ടിയേ ഇക്കാലത്തെ ഒരു ആവശ്യമാണ്. പൈസ വേണ്ടിയതിന് 2 അറ്റം മുട്ടിക്കാൻ അല്ലെങ്കിൽ തന്നെ ഞാൻ കഷ്ടപ്പെട്ടു. ആ സാറേ, പോവാം. ഇന്നും ബസ് കിട്ടിയില്ലല്ലേ? സ്റ്റോപ്പിലെത്തിയപ്പോഴേക്ക് ബസ് പോയിരുന്നു. വേറെ പുതിയ കാരണമൊന്നും പറയാനില്ലേ? ബസ് കിട്ടിയില്ല കാരണം പറഞ്ഞേ വൈകാൻ നിൽക്കണ്ട. ഇത് സരിതയ്ക്കോട് വാങ്ങിയതാ. പോയി നോക്ക്, ഇഷ്ടമായിരുന്നു. നമ്മളെന്താ സാർ ഇവിടെ? പറയാം. സാർ എന്തായാലും കറക്റ്റ് സ്ഥലത്താണ് വന്നത്. ഇതാകുമ്പോൾ പിന്നെ ലൈസൻസും വേണ്ട, രജിസ്ട്രേഷനും വേണ്ട. EV ആയതുകൊണ്ട് പെട്രോളിന്റെ ചെലവും ഉണ്ടാവില്ല. ഓഹോ. നമുക്കിവിടെ 48,000 രൂപ മുതൽ പല മോഡൽസും അവൈലബിൾ ആണ്. പിന്നെ മണിക്കൂറിൽ 25 കിലോമീറ്റർ കൂടുതൽ സ്പീഡിൽ പോവില്ല. അതുകൊണ്ട് തന്നെ വീട്ടമ്മമാർക്കും കുട്ടികൾക്കും പ്രായമായവർക്കും ഒക്കെ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സൈക്കിൾസും അവൈലബിൾ ആണ് കേട്ടോ. മാത്രമല്ല ഒറ്റ ചാർജിൽ 60 മുതൽ 120 കിലോമീറ്റർ വരെ റേഞ്ചും കിട്ടും. വീട്ടിലുള്ള സാധാരണ പ്ലഗ് പോയിന്റിൽ തന്നെ ചാർജ് ചെയ്യാം. കൂടാതെ ചേസിസ്, കൺട്രോളർ, മോട്ടർ മുതലായവയ്ക്ക് 2 വർഷവും ബാറ്ററിക്ക് 1 മുതൽ 3 വർഷം വരെ വാറണ്ടി കിട്ടും. എന്നാ പിന്നെ നമുക്ക് വണ്ടി നോക്കിയാലോ? വണ്ടി ഇഷ്ടമായോ? ഇതിനൊക്കെ കുറെ പൈസയാവില്ലേ? ആവശ്യത്തിന് ഉപയോഗിക്കാനല്ല പൈസ. സരിതയ്ക്ക് ഇപ്പോൾ ആവശ്യം തോന്നി അതുകൊണ്ട് വാങ്ങിയതാ. സൈക്കിൾ ഓടിക്കാൻ അറിയാമല്ലോ പറഞ്ഞത്. ബാക്കി സ്ഥലത്ത് പഠിപ്പിക്കും. ചെന്ന് ഓടിച്ചോ. ഓനാകട്ടെ.